ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 10 വിഭൂതിയോഗം. ശ്ലോകം 14, പേജ് നമ്പർ 548. സർവമേതധൃതം മന്യേ യന്മാം വദസി കേശവ നഹി തേ ഭഗവൻ വ്യക്തിം വിദുർദേവാനദാനവാഹ. പദാനുപദം. കേശവ, ഹേ കേശവ, മാം എന്നോട്, യത് യാതൊന്നിനെ, വദസി അങ്ങ് പറയുന്നുവോ, ഏതത് സർവം ഇത് മുഴുവൻ, ഋതം സത്യമെന്ന്, മന്യേ ഞാൻ സ്വീകരിക്കുന്നു, ഭഗവൻ ഹേ ഭഗവൻ, ഹി തീർച്ചയായും, തേ അങ്ങയുടെ, വ്യക്തിത്വത്തെ, ദേവാഹ ദേവന്മാർ, ന വിദു അറിയുന്നില്ല, ദാനവാഹ ദാനവന്മാരും, ന വിദുഹു അറിയുന്നില്ല. വിവർത്തനം. അല്ലയോ കൃഷ്ണ, അങ്ങ് പറഞ്ഞതെല്ലാം ഞാൻ അതേപടി സത്യമായി മനസ്സിലാക്കി സ്വീകരിക്കുന്നു. പ്രഭോ, ദേവന്മാർക്കോ ദാനന്മാർക്കോ അവിടുത്തെ വ്യക്തിത്വം മനസ്സിലാക്കാൻ കഴിയില്ല. ഭാവാർത്ഥം. അവിശ്വാസികൾക്കും ആസുരബുദ്ധികൾക്കും കൃഷ്ണനെ മനസ്സിലാക്കാൻ സാധ്യമല്ലെന്ന് അർജുനൻ വ്യക്തമാക്കുന്നു. ദേവന്മാർ പോലും അദ്ദേഹത്തെ അറിയുന്നില്ല എന്നിരിക്കെ ആധുനിക ലോകത്തിലെ പണ്ഡിതന്മാരെന്നു നടിക്കുന്നവരെ കുറിച്ചെന്തു പറയാൻ? ഭഗവത് കരുണ കൊണ്ടു മാത്രമാണ് പരമസത്യവും പരിപൂർണതയും കൃഷ്ണൻ തന്നെയെന്ന് അർജുനന് ബോധമുദിച്ചത്. അദ്ദേഹത്തിൻ്റെ വഴിയാണ് ഏവരും സ്വീകരിക്കേണ്ടത്. അർജുനൻ ഭഗവത്ഗീതയുടെ പ്രാമാണികതയെ ഉൾക്കൊണ്ട് 4-ാം അധ്യായത്തിൽ വിവരിച്ചതുപോലെ ഗുരു-ശിഷ്യ പരമ്പര വഴിക്കുള്ള ഗീതാവിജ്ഞാനം കാലക്രമേണ നഷ്ടപ്പെട്ടു പോയി. കൃഷ്ണൻ അർജുനനെ തൻ്റെ ഉറ്റ സുഹൃത്തും മഹാഭക്തനുമായി കരുതിയതുകൊണ്ടാണ് ആ പാരമ്പര്യ പദ്ധതിയെ അർജുനനിലൂടെ പുനഃസ്ഥാപിച്ചത്. ഗീതോപനിഷത്ത് അഥവാ ഭഗവത്ഗീതയുടെ മുഖവുരയിൽ പ്രസ്താവിച്ചതുപോലെ പാരമ്പര്യമായ വഴിക്കു തന്നെയാണ് ഈ ജ്ഞാനം നേടേണ്ടതും. പാരമ്പര്യ സമ്പ്രദായം നശിച്ചപ്പോൾ അതിനെ പുനരുദ്ധീകരിക്കുവാൻ
അർജുനൻ തിരഞ്ഞെടുക്കപ്പെട്ടു. കൃഷ്ണൻ ഉപദേശിച്ചതെല്ലാം അർജുനൻ അനുസരിച്ചുവെന്നത് അനുകരണീയമത്രേ. അങ്ങനെ ചെയ്താൽ ഭഗവത്ഗീതയുടെ കാതലെന്തെന്ന് മനസ്സിലാക്കാം. അപ്പോൾ മാത്രമേ കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാണെന്ന് അറിയാൻ നമുക്ക് കഴിയൂ. ഹരേ കൃഷ്ണ.